അതിർത്തിയിൽ വീണ്ടും നേർക്കുനേർ ഇന്ത്യ ചൈന പോര് മുറുകുകയാണ്. അരുണാചൽ പ്രദേശിലെ നയതന്ത്ര രേഖയിൽ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം വീണ്ടും ചർച്ചയാകുന്നു. അപ്പർ സുബർസാരി ജില്ലയിലാകട്ടെ, അവിടെ ചില മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പെട്രോളിംഗ് ആകട്ടെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി തടഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂലൈ അവസാന വാരത്തിൽ ഇരു രാജ്യങ്ങളുടെയും പെട്രോളിംഗ് സംഘം അവിടെ തർക്ക പ്രദേശത്ത് നേർക്കുനേർ എത്തിയതായി തന്നെയാണ് പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായി തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാകുന്നു. അരുണാചൽ പ്രദേശിലെ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ നടത്തിയ ഫാക്ട് ഫൈൻഡിംഗ് പരിശോധനയ്ക്ക് പിന്നാലെ തന്നെ അരുണാചൽ ടൈംസ് ആണ് ഈ അവകാശവാദങ്ങൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സംഘം പതിവായി തന്നെ പെട്രോളിംഗ് നടത്തിയിരുന്ന ചില മേഖലകളിൽ ഇപ്പോൾ ചൈനീസ് സൈനിക സാന്നിധ്യം ഉണ്ട് എന്നതാണ് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം പ്രധാന ആരോപണമായി തന്നെ ഉന്നയിക്കുന്നത്. പ്രദേശത്ത് ആടുകളെ മേയ്ക്കാൻ പോയിരുന്ന ഇന്ത്യൻ ഗ്രാമീണർക്കും അവിടെ ചൈനീസ് സൈനിക സാന്നിധ്യം നേരിടേണ്ടി വന്നതായിട്ടാണ് റിപ്പോർട്ട്. അത് മാത്രമല്ല, എന്നാൽ ഇവ പ്രാദേശിക റിപ്പോർട്ടുകളും ആരോപണങ്ങളുമാണ് എന്നും ഇന്ത്യൻ സൈന്യം ഇതുവരെ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നത്. അതിനാൽ അതിർത്തിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നിർണായകമാണ്. അവിടെ അരുണാചലിനെ ചൊല്ലിയുള്ള ഇന്ത്യ ചൈന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യവും അതുമാത്രമല്ല അവിടെ അഭിവാജ്യമായി തന്നെ നിലനിൽക്കുന്ന ഭാഗമാണ് എന്ന നിലപാടാണ് ഇന്ത്യ തുടർച്ചയായി തന്നെ വ്യക്തമാക്കുന്നത്. അരുണാചലിലെ സ്ഥലങ്ങൾക്ക് ചൈന ഏകപക്ഷീയമായി തന്നെ പേരുകൾ നൽകുന്നതും പ്രദേശത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതും ഇന്ത്യ നേരത്തെ തന്നെ അവിടെ തള്ളിക്കളഞ്ഞതായിരുന്നു. ഇന്ത്യയുടെ നിലപാട് ഇവിടെ വ്യക്തമാണ്. അതിർത്തിയിൽ അവിടെ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്ന് അത് മാറ്റാനുള്ള ഏകപക്ഷീയമായ ശ്രമങ്ങൾ അംഗീകരിക്കാൻ ഇവിടെ ഒരിക്കലും കഴിയില്ല. അതേസമയം ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനായി തന്നെ ഇരു രാജ്യങ്ങളും നയതന്ത്ര സൈനിക തലങ്ങളിൽ ചർച്ച തുടരേണ്ടതും അനിവാര്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ മേഖലകളിൽ പെട്രോളിംഗ് സംബന്ധിച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം ഉയരുകയാണ്. 2020 ശേഷം അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരണകൾ അത് നിലനിൽക്കുമ്പോഴും ഗ്രൗണ്ട് സീറോയിൽ വീണ്ടും സമ്മർദ്ദം വർദ്ധിക്കുകയാണോ എന്നതാണ്. അരുണാചൽ ചൈനയുടേത് തന്നെ എന്ന അവകാശവാദം ഇന്ത്യ തള്ളിക്കളയുമ്പോൾ അവിടെ അതിർത്തിയിലെ ഓരോ പെട്രോളിംഗും ഇനി വലിയ തന്ത്രപ്രധാന സന്ദേശമായി തന്നെ മാറുകയും ചെയ്യും. ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതുവരെ തന്നെ ഇവിടെ ഈ സ്ഥലങ്ങളിൽ പുതിയ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജാഗ്രതയോടുകൂടി തന്നെ കണക്കാക്കേണ്ട ഒരു വസ്തുതയായി മാറുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.